ഹലോ എവ്രി വൺ, ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ B.Edൻ്റെ സെക്കൻഡ് സെമസ്റ്റർ പേപ്പർ ആയിട്ടുള്ള ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു പേപ്പറാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 3 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റ് യൂണിറ്റ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ ശ്രമിക്കുക. പാർട്ട് 1 കണ്ടവർക്കറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 2 ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006. നമുക്കിതൊരു കഥ പോലെ നോക്കാം കേട്ടോ. അപ്പം 1929 ഒരു ലോ ഉണ്ടായിരുന്നു. ആ ലോയുടെ പേരാണ് CMRA. ഓക്കെ, CMRA എന്ന് പറഞ്ഞാൽ ഒരു ലോ ഉണ്ടായിരുന്നു. ഇതെന്തിനായിരുന്നു? അന്ന് ആ സമയത്ത് നിലനിന്നിരുന്ന ചൈൽഡ് മാരേജിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്റ്റായിരുന്നു ഈ CMRA 1929 എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ് കാരണം 77 വർഷങ്ങൾക്ക് ശേഷം 2006 പുതിയ ഒരു ലോ വരികയാണ്. ആ ലോ ആണ് ഏത്? PCMA. ഇത് നമ്മൾ പറയുന്ന പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഓഫ് 2006. ഓക്കെ, അപ്പം ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഈ ലോ അത് ഒഴിവാക്കാനുള്ള കാരണം അത് ഒരുപാട് കാലം പാലിക്കപ്പെട്ടിരുന്നില്ല. ശേഷം ഈ 2006 വന്നപ്പോഴത്തേനും ഒന്നും കൂടെ ഈ ലോനെ സ്ട്രിക്റ്റാക്കി മാറ്റി. 77 വർഷങ്ങൾക്ക് ശേഷം വരെ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ സ്ട്രിക്റ്റാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ അനുസരിക്കാത്ത ആളുകൾക്ക് തക്കതായ ശിക്ഷയും കൊടുക്കുന്നതാണ്. മാത്രമല്ല, ഈ ഒരു ലോ ഉദ്ദേശിക്കുന്നത് സെക്യുലറായിട്ടാണ്, അതായത് രാജ്യത്തിലെ എല്ലാ കമ്മ്യൂണിറ്റികളിലുള്ളവർക്കും, ഇൻക്ലൂഡിങ് മുസ്ലിം. എന്തുകൊണ്ടാണ് ഇൻക്ലൂഡിങ് മുസ്ലിം എന്ന് പറഞ്ഞത്, മറ്റൊരു കമ്മ്യൂണിറ്റീനെയും എടുത്തു പറയാത്തത്? കൂടുതലും വിശ്വാസപ്രകാരം മുസ്ലിംസിൻ്റെയാണ് ഏർലി മാരേജ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സിനാറിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഏത് നോക്കിക്കഴിഞ്ഞാലും ചൈൽഡ് മാരേജ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടെ മുസ്ലിംസ് ആയിരുന്നു ഇതിന് എതിർത്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊരു ലോന്. പക്ഷേ ഇപ്പം എല്ലാവർക്കും തുല്യമായിട്ടാണ് ഈ ഒരു ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ആക്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും 21 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ അത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസായിട്ട് മാറും. 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളും 21 ഇയേഴ്സിന് താഴെയുള്ള ആൺകുട്ടികളും, ഓക്കെ, 18 ഇയേഴ്സിന് താഴെയുള്ള പെൺകുട്ടികളും 21 ഇയേഴ്സിന് താഴെയുള്ള ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നത് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്കിതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു പടി മുകളിലേക്കുള്ളൊരു കാര്യം നോക്കാം. സെക്ഷൻ 375 ഓഫ് ദ IPC പ്രൊവൈഡ്സ് ഫോർ 3 circumstances relating to rape. റേപ്പ് എന്നുള്ള കേസ്, റേപ്പ് എന്താണ് എന്നുള്ളത് IPC 375 സെക്ഷൻ 375 പറയുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ ഗേൾ ബിലോ 18 years ഓഫ് ഏജ് ഇസ് റേപ്പ്. ഓക്കെ, അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായിട്ടുണ്ടാകുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സ് റേപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാച്യുവേറ്ററി റേപ്പ് എന്നാണ് അതിന് പറയുന്നത്, സ്റ്റാച്യുവേറ്ററി റേപ്പ്. അപ്പോൾ അത് തെറ്റാണ്. ഇത് അവിടെ കൺസെൻ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കില്ല, അത് റേപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 15 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് നടക്കുന്നത് തെറ്റല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വില്ലിങ്നെസ്സോ കൺസെൻറ്റോ ഒക്കെ ഇറലവൻ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് എടുത്തു മാറ്റിയിട്ടുണ്ടാകും, കാരണം 18 years ഓഫ് ഏജിന് ശേഷമുള്ള മാരേജിലേക്ക് വന്നപ്പോൾ ഇത് എടുത്തു മാറ്റിയ കാര്യവുമാണ്. Thirdly, sexual intercourse with a woman above 18 years of age is rape if it is under any of the 7 descriptions given in section 375 of IPC. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്, എന്താണ് ആ 7 കാര്യങ്ങളെന്നുള്ളത് ഒന്നും കൂടെ വായിച്ച് നോക്കേണ്ടതുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽസിലുണ്ട്, അത് വായിച്ച് നോക്കുക. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 375 സെക്ഷനിൽ പറയുന്നത്. സോ അതും കൂടെ നിങ്ങളുടെ അറിവിലേക്കൊന്ന് പറഞ്ഞു തന്നതാണ്. മെറ്റീരിയലിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ എക്സ്ട്രാ പോയിൻറ്റ്സ് വേണ്ടവർ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക. Here are the key features of the Prohibition of Child Marriage Act 2006. എന്തൊക്കെയാണ്? അവിടെ ഒരു 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ആൻഡ് പണിഷ്മെൻറ്റ്, ഒഫൻസസ് ആൻഡ് കോഗ്നിസൻസ്, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസേഴ്സ്, പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഫണ്ട്, അവെയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ.
അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ ആക്ട് ഡിഫൈൻസ് ചൈൽഡ് മാരേജ് ആൻഡ് ഡിക്ലെയേഴ്സ് ഇറ്റ് ആസ് അവോയ്ഡബിൾ. ആൻഡ് പണിഷ്മെൻറ്റ് എന്താണ്? ഈ ചൈൽഡ് മാരേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരാളും ശിക്ഷ അർഹിക്കുന്നവരാണ്, ഇൻക്ലൂഡിങ് പാരൻസ് ഓർ ഗാർഡിയൻസ്. അത് മാതാപിതാക്കളായാലും ഗാർഡിയൻസ് ആയാലും ആരായാലും അതുപോലെ തന്നെയാണ്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? അതിൽ ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഫൈനോ, ഇതിലേതെങ്കിലും ആയിരിക്കും ഇതിന് പണിഷ്മെൻ്റായിട്ട് വരുന്നത്. അടുത്തതാണ് ഒഫൻസസ് ആൻഡ് കോഗ്നിസൻസ്. എന്താണ്? ദ ആക്ട് ഐഡൻറ്റിഫൈസ് വേരിയസ് ഒഫൻസസ് റിലേറ്റഡ് ടു ചൈൽഡ് മാരേജ് സച്ച് ആസ് സോളംനൈസിംഗ്, permitting or promoting child marriages. It also provides for the cognizance of such offences by designated courts. ചൈൽഡ് മാരേജിനെ പ്രൊമോട്ട് ചെയ്യുക, പെർമിറ്റ് ചെയ്യുക, സോളംനൈസ് ചെയ്യുക, ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ഒഫൻസുകളാണ്. ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് CMPOs. The Act empowers the government to appoint child marriage prohibition officers at various levels to prevent, investigate and take action against child marriages. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫീസേഴ്സിനെ ഓരോ ലെവലിലും നിർത്തണം എന്നുള്ളതാണ് പറയുന്നത്. എന്തിനൊക്കെ? പ്രിവെൻറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ചൈൽഡ് മാരേജിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ദീസ് ഓഫീസേഴ്സ് ഹാവ് ദ അതോറിറ്റി ടു ഇൻ്റർവീൻ ആൻഡ് സ്റ്റോപ്പ് ചൈൽഡ് മാരേജസ്. ഈ ഓഫീസേഴ്സിന് ചൈൽഡ് മാരേജുകൾ നിർത്തിവെക്കാനും അതിൽ ഇടപെടാനും സാധിക്കുന്നുണ്ട്. ദ ഡെസിഗ്നേറ്റഡ് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് ഡിഫർ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കും, ഓരോ ആളുകളും വ്യത്യസ്തമായിരിക്കും. ഇൻ ദ കേസ് ഓഫ് തമിഴ്നാടു ഇറ്റ് ഈസ് ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസർ. അതിൻ്റെ പേര് തമിഴ്നാടുവിലേക്ക് എത്തുമ്പോൾ DSWO എന്നാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും കീഴിൽ വരുന്ന സമയത്ത് അതിൻ്റെ പേരുകൾ ചെറുതായിട്ട് മാറും, പക്ഷേ അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ തന്നെയാണ്. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ടാണ്. ദ ആക്ട് ഫോക്കസസ് ഓൺ ദ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ചൈൽഡ് brides and grooms. It provides for the appointment of child marriage protection officers who are responsible for providing assistance, counseling and support to the victims of child marriages. അപ്പോൾ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ആദ്യം ഈ ബ്രൈഡിനെയും ഗ്രൂമിനെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇനി നേരിട്ടിട്ടുള്ള ചൈൽഡ് മാരേജ് നേരിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും കൗൺസിലിങ്ങും സപ്പോർട്ടും ഒക്കെ കൊടുക്കുമെന്നുള്ളതാണ്. Next, Child Marriage Prohibition Fund. The Act establishes a Child Marriage Prohibition Fund which is utilized for various purposes including the welfare rehabilitation of victims of child marriage. അപ്പോൾ ഇതിന് കളക്ട് ചെയ്യുന്ന ഫണ്ട് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ വിക്ടിംസ് ആയിട്ടുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ചൈൽഡ് മാരേജിന്, അപ്പം അവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുക. അവെയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. ദ ആക്ട് emphasizes the importance of creating awareness and educating the public about the issue of child marriage. It encourages the government, NGOs and other organizations to undertake programs and campaigns to prevent child marriage. അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ അവെയർനെസ് കൊടുക്കുക, എന്താണ് ചൈൽഡ് മാരേജ് തെറ്റാണെന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനിങ്സും കാര്യങ്ങളും നടത്തുക, NGOസിനെയും ഗവൺമെൻറ്റിനെയൊക്കെ ഇത് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ പോയിൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്റ്റിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1929 ഉണ്ടായിരുന്ന CMRAനെ മാറ്റിയിട്ടാണ് PCMA 2006 വന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇത് നിങ്ങൾ പഠിക്കുന്നത് ഏത് കാര്യമായാലും ഒരു കഥ പോലെ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഓക്കെ. സോ ഒരു ടോപ്പിക്കോ ഒരു ക്വസ്റ്റ്യനോ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് വയ്ക്കുക. ഇതേപോലെ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ടോ അതിന് നിങ്ങളതിനെ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഏതൊരു പോയിന്റ് വന്നു കഴിഞ്ഞാലും അതിനെ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. സോ നെക്സ്റ്റിലോട്ട് പോകാം. ദ ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. The Child Labour Prohibition Act 1986 addresses the issue of child labour. ഇനി ചൈൽഡ് ലേബറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ആക്ട് എയിംസ് ടു പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ ഹസാർഡസ് ഒക്യുപ്പേഷൻസ് ആൻഡ് ടു റെഗുലേറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ നോ ഹസാർഡസ് ഒക്യുപ്പേഷൻസ്. ആൻഡ് ഇവിടെ എന്താ പറയുന്നത്? ഈ ആക്ട് എയിം ചെയ്യുന്നത് കുട്ടികളെ പ്രൊഹിബിറ്റ് ചെയ്യാനാണ്. എന്തിൽ നിന്നും? ഹസാർഡസ് ഒക്യുപ്പേഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം മൈൻ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഓരോ മൈനിങ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് കുട്ടികളെ മാറ്റുക. ദ ആക്ട് വാസ് അമെൻഡഡ് ഇൻ 2016 ടു സ്ട്രെങ്തൻ ദ പ്രൊവിഷൻസ് ആൻഡ് എൻഹാൻസ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ഇത് 2016
1986 വന്നിട്ടുള്ള ഈ ആക്ട് ഒന്നും കൂടെ അമെൻഡ് ചെയ്തിട്ടുണ്ട് 2016. അതെന്തിനാണ്? ഈ ആക്ടിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹിയർ ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് 1986. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. ഒന്നാമത്തേതാണ് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. ദ ആക്ട് പ്രൊഹിബിറ്റ്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years in any occupation except for certain specified non-hazardous family-based work and the entertainment industry. സോ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബറിൽ പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും ചെയ്യുന്ന ഹസാർഡസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അല്ലാത്ത ഫാമിലി ഡ്യൂട്ടീസിൽ ഏർപ്പെടാം. ഇപ്പം ചില കുട്ടികളൊക്കെ അല്ലെങ്കിൽ പറയും ഞാനിത് ചൈൽഡ് ലേബറിന് കംപ്ലയിൻറ്റ് കൊടുക്കും എന്നുള്ളതൊക്കെ. വീട്ടിലുള്ള ചെറിയ ചെറിയ പണികൾ, അതായത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഏതെങ്കിലും തോട്ടമുണ്ടെങ്കിൽ ഗാർഡനിലുണ്ടെങ്കിൽ അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഹസാർഡസ് അല്ലാതെ കുട്ടികൾക്ക് ഭാരമില്ലാത്ത, അവരെ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്നതല്ലാത്ത കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. റെഗുലേഷൻ ഓഫ് അഡോളസെൻറ്റ് ലേബർ. ദ ആക്ട് സെറ്റ്സ് റെഗുലേഷൻസ് ഫോർ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അഡോളസെൻസ് ഏജ്ഡ് 14 to 18 years. It defines the conditions under which adolescents can be employed, ensuring their safety, health and welfare. എന്നാൽ 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരെ ഹെൽത്തും സേഫ്റ്റിയും വെൽഫെയറും നോക്കിയിട്ടുള്ള ജോലികൾ എന്ത് തന്നെ ആയാലും അവർക്ക് എടുക്കാവുന്നതാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒട്ടുമിക്കപ്പെട്ട എല്ലാ ജോലികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാണ്. എന്നാലും അഡോളസെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 14 to 18 ഇയേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരുടെ സേഫ്റ്റിയും ഹെൽത്തും വെൽഫെയറൊക്കെ എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾ അവർക്ക് എടുക്കാം. hazardous occupations and processes. The act specifies a list of hazardous occupations and processes where the employment of children is strictly prohibited. ഈ ആക്ട് സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് ഹസാർഡസ് ഒക്യുപ്പേഷനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ദീസ് ഇൻക്ലൂഡ് വർക്ക് ഇൻ മൈൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻസിൽ, ഫാക്ടറീസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഇങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഡേഞ്ചറസ് മെഷീനറീസ് ഉള്ള സ്ഥലത്തിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ആ ജോലികൾ ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. The Act emphasizes the importance of education for children and makes it a fundamental right. നമ്മുടെ മൗലിക അവകാശമാണ് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് ഉറപ്പുവരുത്തണം. It mandates that every child between the age of 6 and 14 must be provided with free and compulsory education. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ടും ഫ്രീ ആയിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. Enforcement and penalties. The Act assigns responsibilities to the government and various authorities for the enforcement of its provision. It outlines penalties for violations including imprisonment and fines depending on the nature and severity of the offence. അപ്പോൾ ഇത് നിർബന്ധമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മാത്രമല്ല ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വയലേഷന് ആണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റോ ഫൈനുകളോ ഏർപ്പെടുത്തണമെന്നും പറയുന്നുണ്ട്. അടുത്തതാണ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. ദ ആക്ട് ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ഓഫ് റെസ്ക്യൂഡ് ചൈൽഡ് ലേബറേഴ്സ്. ഇറ്റ് മാൻഡേറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് അതർ സപ്പോർട്ട് സർവീസസ് ഫോർ ദ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെയുള്ള വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, മറ്റ് വൊക്കേഷണൽ ട്രെയിനിങ്ങുകളും സപ്പോർട്ട് സർവീസസും അതുപോലെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസീസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 1974. It shall be the policy of the state to provide adequate services to children both before and after birth and through the period of growth to ensure their full physical, mental and social development. അപ്പോൾ ഒരു കുട്ടിയുടെ ജനനത്തിന് മുൻപും ശേഷവും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു നാഷണൽ സ്റ്റേറ്റ് പോളിസീസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അവരുടെ മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ ഡെവലപ്മെൻ്റ് ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഷോൾ പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ദ സ്കോപ്പ് ഓഫ് സച്ച് സർവീസസ് സോ ദാറ്റ് വിത്തിൻ എ റീസണബിൾ ടൈം ഓൾ ചിൽഡ്രൻ ഇൻ ദ കൺട്രി എൻജോയ് ഒപ്റ്റിമം കണ്ടീഷൻസ് ഫോർ ദിയർ ബാലൻസ്ഡ് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇതുപോലെയുള്ള സർവീസസ് കൊടുക്കുമ്പം എല്ലാ കുട്ടികളും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരും. എല്ലാവർക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആയാലും മറ്റു കാര്യങ്ങളായാലും കിട്ടുന്നതാണ്.
പറയുന്നുണ്ട്. നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 1974 സം ഓഫ് മെഷേഴ്സ് പ്രൊപ്പോസ്ഡ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നിങ്ങളൊന്ന് തിരുത്തണം. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ലെറ്റേഴ്സ് മിസ്സാവുന്നതാണ് കേട്ടോ. മെറ്റീരിയൽസിൽ അവൈലബിൾ ആയിരിക്കും. ഓൾ ചിൽഡ്രൻ ടു ബി കവേർഡ് ബൈ എ ഹെൽത്ത് പ്രോഗ്രാം. Provide nutrition services to remove deficiency in the diet of children. Improve health and nutrition of expectant and nursing mothers. Free and compulsory education up to the age of 14. Providing non-formal education for children who are not able to get into formal education. So ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്. ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. To ensure equality of opportunity, special assistance to children belong to the weaker sections of the society. Children who are socially handicapped or have been forced to take to begging or are otherwise in distress shall be provided facilities of education, training and rehabilitation and will be helped to become useful citizens. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നിവർത്തികേട് കൊണ്ട് ഒരു ബെഗിങ്ങിനും മറ്റ് കാര്യങ്ങളൊക്കെ ഫോഴ്സായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവർക്ക് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും റിഹാബിലിറ്റേഷനും ഒക്കെ നൽകണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു ലെങ്ത് എന്ന് പറയുന്നത് 16 to 17 minutes ആയി. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ 3 വരുന്നുണ്ട്, പാർട്ട് 3. അതിൽ നമുക്ക് നമ്മുടെ മേജർ പോളിസീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒരുപാട് കമ്മിറ്റികളൊക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ റോളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ സെറ്റാക്കി വരിക. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 3യിൽ കാണാം. സോ ബൈ, താങ്ക് യു.